കേരളത്തിന്റെ മണ്ണിൽ ക്രിക്കറ്റിന് പുതുജീവൻ നൽകിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസൺ വൻ വിജയമായിരുന്നു. ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ ആ വിജയം ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് തന്നെ ഒരു പുതിയ ഊർജം പകരാൻ പോകുന്ന ഒരു സ്വപ്ന പദ്ധതിക്ക് വഴി തുറന്നിരിക്കുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റിനെ കേരളത്തിന്റെ ടൂറിസം മേഖലയുമായി കോർത്തിണക്കി ക്രിക്കറ്റ് ടൂറിസം എന്ന പുതിയ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നു. ഇത് വെറും ഒരു കായിക നീക്കമല്ല, മറിച്ച് ക്രിക്കറ്റിനെ ഒരു സാംസ്കാരിക അനുഭവമാക്കി മാറ്റി അതുവഴി സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാനുള്ള വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാണ്. കഴിഞ്ഞ വർഷം ആരംഭിച്ച കേരള ക്രിക്കറ്റ് ലീഗാണ് ഈ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുടെ നട്ടെല്ല്. പ്രാദേശിക ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ജില്ലകൾക്കിടയിൽ വലിയൊരു ആരാധക പ്രവാഹം ഉണ്ടാകുമെന്നാണ് KCയുടെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു മത്സരം കാണാൻ കോഴിക്കോട്ട് നിന്നും, കൊച്ചിയിൽ നിന്നും, മലബാർ മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾ എത്തുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഇവരുടെ യാത്ര, താമസം, ഭക്ഷണം എന്നിവയിലൂടെ പ്രാദേശിക വിപണിക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് തങ്ങളുടെ ഇഷ്ട ടീമിനെയും കളിക്കാരെയും നേരിൽ ലഭിക്കുന്ന അവസരം അതൊരു വലിയ ആകർഷണമാണ്. ഈ ആരാധകർ വരുമ്പോൾ അവർ വെറും കളി കാണുക മാത്രമല്ല ചെയ്യുന്നത്, അവർ പ്രാദേശിക ഹോട്ടലുകളിൽ താമസിക്കും, റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കും, തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ വാങ്ങും, ടാക്സികളിൽ യാത്ര ചെയ്യും. ഈ ഒരൊറ്റ നീക്കം മാത്രം മതി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ ഒരു പുതിയ ചലനം സൃഷ്ടിക്കാൻ. ഇതൊരു തുടക്കം മാത്രമാണ്. കേവലം കളിക്കളത്തിലെ 4 മണിക്കൂർ പ്രകടനങ്ങൾക്കപ്പുറം ക്രിക്കറ്റിനെ ഒരു സാംസ്കാരിക അനുഭവമാക്കി മാറ്റാനാണ് KCA ലക്ഷ്യമിടുന്നത്. മത്സരങ്ങൾ കാണാനെത്തുന്നവരെ കൂടുതൽ ദിവസം സംസ്ഥാനത്ത് തങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വിനോദ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിക്കറ്റ് ടൂറിസത്തെ കൂടുതൽ ആകർഷകമാക്കാനാണ് പദ്ധതി. KCL നടക്കുന്ന മാസങ്ങളിൽ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഉടമകളുമായി സഹകരിച്ച് പ്രത്യേക നിരക്കുകൾ നൽകാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇത് സഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല, ആതിഥേയ വ്യവസായത്തിന് വലിയ ഉണർവ് നൽകാനും സഹായിക്കും. ക്രിക്കറ്റ് മത്സരങ്ങളെ ടൂറിസം സീസണുകളുമായി ബന്ധിപ്പിച്ച് പ്ലാൻ ചെയ്യാൻ സാധിച്ചാൽ കേരളത്തിലേക്ക് കൂടുതൽ ആഭ്യന്തര, അന്താരാഷ്ട്ര സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉദാഹരണത്തിന്, ഒരു ക്രിക്കറ്റ് പാക്കേജ് എന്ന് പറയുന്നത് ഒരു മത്സര ടിക്കറ്റിൽ ഒതുങ്ങുന്നില്ല. ഹോട്ടൽ താമസം, പ്രശസ്തമായ കായൽ യാത്രകൾ, മറ്റ് വിനോദ പരിപാടികൾ, പ്രാദേശിക കാഴ്ചകൾ കാണാനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം ഒരുമിപ്പിച്ച് ആകർഷകമായ ക്രിക്കറ്റ് പാക്കേജുകൾ രൂപീകരിക്കാൻ ട്രാവൽ ഏജൻസികൾക്ക് കഴിയും. ഇത് വിനോദസഞ്ചാരികൾക്ക് ക്രിക്കറ്റിന്റെ ആവേശത്തോടൊപ്പം കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും സംസ്കാരവും ആസ്വദിക്കാനുള്ള അസുല അവസരം നൽകും. തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങാതെ ക്രിക്കറ്റ് ടൂറിസം പദ്ധതി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ KCA തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് പറയുന്നതനുസരിച്ച് വരും വർഷങ്ങളിൽ തിരുവനന്തപുരത്ത് സ്റ്റേഡിയങ്ങൾക്ക് പുറമെ മറ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിലേക്കും ലീഗ് മത്സരങ്ങൾ വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഇത് പ്രാദേശിക വികസനത്തിന് ആക്കം കൂട്ടുകയും കൂടുതൽ പ്രാദേശികങ്ങൾക്ക് ടൂറിസം വരുമാനം നേടാനുള്ള അവസരം നൽകുകയും ചെയ്യും. KCയുടെ ലക്ഷ്യം ക്രിക്കറ്റിനെ ഗ്രൗണ്ടിൽ മാത്രം ഒതുക്കുകയല്ല, അതൊരു സമ്പൂർണ്ണ അനുഭവമാക്കി മാറ്റുകയാണ്. കേരളത്തെ ക്രിക്കറ്റ് പ്രേമികളുടെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നതാണ് ലക്ഷ്യം, KCA സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു. KCA-യായാലും അന്താരാഷ്ട്ര മത്സരമായാലും ഉയർന്ന നിലവാരമുള്ള ക്രിക്കറ്റ് ഇവിടെ കാണാൻ സാധിക്കുമെന്ന ഉറപ്പ് ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകാൻ കഴിയണം. ക്രിക്കറ്റും ടൂറിസവും ഒരുമിച്ച് വളരുന്ന ഒരു സമ്പൂർണ്ണ ഇക്കോസിസ്റ്റമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ പ്രസ്താവന KCയുടെ ദീർഘകാല കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു. ക്രിക്കറ്റ് മത്സരങ്ങളുടെ നിലവാരം ഉയർത്തുകയും കളിക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിലൂടെ കേരളം ആഗോള ക്രിക്കറ്റ് ഭൂപടത്തിൽ ഒരു പ്രധാന കേന്ദ്രമായി മാറും. ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം. റോഡ്, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കൂടുതൽ ഹോട്ടൽ സൗകര്യങ്ങൾ ഒരുക്കുക, സുരക്ഷ ഉറപ്പാക്കുക, വിനോദസഞ്ചാരികൾക്ക് മികച്ച സേവനം നൽകുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പുമായുള്ള സഹകരണം ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് മാത്രമല്ല, സംസ്ഥാനത്തിന് മൊത്തത്തിലുള്ള സാമ്പത്തിക മുന്നേറ്റത്തിനും വലിയ ഊർജം പകരും. സ്പോർട്സ് ടൂറിസത്തിന്റെ സാധ്യതകൾ കേരളം ശരിയായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലോക സ്പോർട്സ് ടൂറിസം ഭൂപടത്തിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്താൻ കേരളത്തിന് സാധിക്കുമെന്ന് സെക്രട്ടറി വിനോദ് എസ് കുമാർ അഭിപ്രായപ്പെടുന്നു. ആരാധകർക്ക് ആവേശകരമായ ക്രിക്കറ്റ് മത്സരങ്ങൾക്കൊപ്പം കേരളത്തിന്റെ മനോഹരമായ പ്രകൃതിയും സംസ്കാരവും ആസ്വദിക്കാനുള്ള അവസരം ഒരുങ്ങുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് ഒരു പുതിയ ദിശബോധം നൽകും. ക്രിക്കറ്റും ടൂറിസവും കൈകോർത്ത് മുന്നേറുമ്പോൾ കേരളത്തിന് ഒരു പുതിയ ചരിത്രം കുറിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാം.